എന്തു വേണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അരുൺ. സത്യം പറയാലോ, ആ വീട്ടുകാരെ പേടിച്ച് എല്ലാം വിറ്റുപിറക്കി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചതാ. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങിയതാ. ശേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിൽ അങ്ങനെ അവളെ പേടിച്ച് ഇവിടെ ഒന്ന് മാറി താമസിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. അങ്കിൾ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. എന്ത് വന്നാലും ഇനി അപൂർവമായി ഒരു കോണ്ടാക്റ്റിനും മാളവികയെ അനുവദിക്കാതിരിക്കുക. വീട്ടിലെ കാര്യം എങ്ങനെ മാനേജ് ചെയ്യാം? പക്ഷെ കോളേജിൽ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് എന്താ ഒരു ഉറപ്പ്? അതോർത്ത് അങ്കിള് ടെൻഷൻ ആവണ്ട. അപൂർവയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അവൾക്ക് ഇനി കോളേജിൽ അധിക നാള് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ അത്രയ്ക്ക് വെറുപ്പാവളെ. എന്തെങ്കിലും ഒരു നിസ്സാര കാരണം കിട്ടാൻ കാത്തിരിക്കുക പ്രിൻസിപ്പൽ അവൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ. അങ്കിള് ധൈര്യമായിട്ട് മാളവിക കോളേജിലേക്ക് വിടുക. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഏതായാലും അവളുടെ മൂഡ് ഓഫ് ഒക്കെ ഒന്ന് മാറട്ടെ, അവളൊന്ന് നോർമൽ ആവട്ടെ, എന്നിട്ട് ഞാൻ വേണ്ടത് ചെയ്യാം. ഓക്കെ അങ്കിൾ, എല്ലാം ശരിയാവുന്നേ. അങ്കിള് വിഷമിക്കണ്ട. താങ്ക് യു അരുൺ. എന്നാൽ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ശരി. ആ അങ്കിൾ ഒരു മിനിറ്റ്. ആ എന്താ അരുൺ? ആക്ച്വലി ഞാൻ വന്നത് അങ്കിളിനോട് വേറൊരു കാര്യം സംസാരിക്കാനാ. പക്ഷേ ഈ സമയത്ത് അതേക്കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. കാര്യം എന്താണേലും ആരും പറഞ്ഞോളൂ. എന്റെയും മാളവികയുടെയും കാര്യം തന്നെയാണ് അങ്കിൾ. മാളവിക അവസാന നിമിഷം ഈ പ്രപ്പോസലിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് മാത്രമല്ല, ചേച്ചിക്കും കിഷോറേട്ടനും പോലും അതൊരു ഷോക്കായിപ്പോയി. എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നുണ്ട് അരുൺ. പക്ഷെ അവൾ അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഇതുപോലൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റില്ലല്ലോ. അഥവാ ഞങ്ങളതിന് ശ്രമിച്ചാൽ തന്നെ ഭാവിയിൽ മാളുവിൻ്റെ അരുണിൻ്റെ ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയും ചെയ്യും. അന്നേരം നിരാശപ്പെടേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നമ്മളിത് ഡ്രോപ്പ് ചെയ്യുന്നത് തന്നെയാണ്. അങ്കിൾ, മാളവിക സ്വമനസ്സോടെയല്ല ഈ പ്രപ്പോസലിൽ നിന്ന് പിന്മാറിയെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപൂർവയുടെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങിയ മാളവിക അതിന് തയ്യാറായത്. ആ കുട്ടിയുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്ന് മാളവികയെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതേപ്പറ്റി വീണ്ടും ആലോചിച്ചുകൂടാ? അല്ല, അതിപ്പോ ഇന്നോ നാളെയോ ഒരു തീരുമാനം എടുക്കണമെന്നല്ല അങ്കിൾ ഞാൻ പറഞ്ഞു വരുന്നത്. മാളവിക ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് മതി. അങ്ങനെ ഒരു സാഹചര്യത്തില് മാളവിക ഈ പ്രപ്പോസലിന് വീണ്ടും സമ്മതിക്കുമെന്ന് തന്നെ എന്റെ വിശ്വാസം. ഇനിയൊരു റീതിങ്കിങ്ങിന് അപർണയും കിഷോറും തയ്യാറാകുമോ? കിഷോർ എന്ന് അത്രയ്ക്ക് ഇൻസൾട്ട് ആയതുപോലെയാ എന്നോട് സംസാരിച്ചത്. എന്റെ ചേച്ചിയുടെ അളിയന്റെ കാര്യമല്ലേ, അത് എനിക്ക് വിട്ടേക്കങ്ങൾ. അവരെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം. അങ്കിളിന്റെ മാളുവിന്റെ സമ്മതമാണ് എനിക്കറിയേണ്ടത്. തുറന്നു പറയട്ടെ അങ്കിൾ, മാളവികയോടുള്ള ഇഷ്ടം മാത്രമല്ല ഈ ബന്ധത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അങ്കിളിനെയും ആന്റിയെയും മുത്തശ്ശിയൊക്കെ പരിചയപ്പെട്ടപ്പോൾ ഇങ്ങനൊരു ഫാമിലി ആയിട്ടാണല്ലോ തുടർന്നുള്ള എൻ്റെ ലൈഫെന്ന് ഓർത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. നിങ്ങളൊക്കെ എൻ്റെ ആരൊക്കെയാണെന്നുള്ള തോന്നല ഇപ്പം എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാ ഒരു മറയില്ലാതെ ഞാനിതൊക്കെ അങ്കിളിനോട് ഇപ്പം തുറന്ന് സംസാരിക്കുന്നത്. തന്നെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. മാളു ഒന്ന് ഓക്കെ ആയിക്കോട്ടെ, എന്നിട്ട് ഞാൻ അവളോട് സംസാരിക്കാം. എന്താ? മതിയങ്കിൾ, ഒരു ധൃതിയില്ല. എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാ. മറുപടി അനുകൂലമായിരിക്കണമെന്ന് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ. അതങ്ങനെ ആവുമെങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്നത്. നല്ലതിനു വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം. ഷുവർ. എന്നാ പിന്നെ അങ്കിളുടെ ജോലി നടക്കട്ടെ. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി അരുൺ, കാണാം. ഓക്കെ.